ലിമിറ്റഡ് വാറായിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കണ്ട കാർഗിൽ യുദ്ധം പോലെ കാർഗിൽ സെക്ടറിൽ ദ്രാസ് സെക്ടർ ടൈഗർ ഹില്ല് അത് വരയ്ക്ക് എലിഫൻറ്റ് ഇത്രയും ഏരിയ മാത്രം കവർ ചെയ്തുകൊണ്ടുള്ളൊരു യുദ്ധമായിരുന്നു അത് അവിടെ നിന്ന് പിടിച്ചെടുക്കുകയെന്ന്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊരു സിവിലിയൻ ഏരിയ. ഇപ്പം നേരത്തെ നിങ്ങളുടെ തന്നെ അവിടെയുള്ള ലേഖകൻ പറയുന്നത് കേട്ടായിരുന്നു പൂഞ്ച് രജോറി സെക്ടർ എന്ന്. ഇതിനെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പേൽഗാം സെക്ടറിൽ ഇത് നടന്നുകൊണ്ട് കാശ്മീർ വാലിയിലും അല്ലെങ്കിൽ കാശ്മീരിൻ്റെ LOCയിലും ആയിരിക്കും ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാവുക അല്ലോ. ഇത് നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് മാക്സിമം വരുന്ന പൂഞ്ച് സെക്ടറിൽ. പൂഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ടൗൺഷിപ്പ് തന്നെ ഉണ്ട്. അവിടുത്തെ വില്ലേജുകളും ഈ ടൗൺഷിപ്പുകളെന്ന് പറഞ്ഞാൽ നല്ലൊരു ജനസംഖ്യ അവിടെയുണ്ട്. അതിനപ്പുറത്തും അതുപോലെ തന്നെയുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് രജോറി സെക്ടർ എന്ന് പറയുന്നത്. രജോറിയിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സുന്ദർബനി, നഗ്രോട്ട, ഇങ്ങോട്ട് താഴത്തേക്ക് അഖനൂർ, ഇത് വരയ്ക്കും പലാംബാല സെക്ടർ വരയ്ക്കും LOC ആണ്. അപ്പം എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഈ പൂഞ്ചിൽ നിന്നുള്ള ഈ സ്ഥലങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ജമ്മുവിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ എന്താണ് പ്ലെയിൻ ഏരിയയാണ്. അപ്പോൾ അവിടെ ജനവാസം കൂടുതലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ LOCയിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ദാറ്റ്സ് എ സേഫ്റ്റി മെഷേഴ്സ് വിച്ച് ഈസ് ബീൻ ടേക്കൺ ഫോർ ദിസ് ലോക്കൽസ്. കാരണം ഈ ഏരിയയിലാണ് ഏറ്റവും അധികം ജനവാസമുള്ളത്. നേരെ മറിച്ച് നിങ്ങൾ കാണുന്ന ഈ കാശ്മീർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പേൽഗാം ആണെങ്കിലും ശരി, സോൺമർഗ് ആണെങ്കിലും ശരി, ഇപ്പം ഇതുപോലെ തന്നെ ഗുൽമർഗ്, തങ്ദർ, ഈ ഒരു എല്ലാ ഏരിയയിലും മൗണ്ടൻ ബേസ്ഡാണ്. അപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മൗണ്ടൻ ബേസ്ഡ് ജനവാസം കുറവായിരിക്കും. അപ്പോൾ ഇതിനെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന പൂഞ്ച് രജോറി സെക്ടറായിരിക്കും. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് അവർക്കായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതല്ല. പിന്നെ നമുക്ക് ലെറ്റസ് ടോക്ക് അബൌട്ട് ദിസ്. ഇന്ന് പ്രധാനമന്ത്രിജി ഓൾറെഡി സൈന്യത്തിന് ഫുൾ ഫ്ലെഡ്ജ് പെർമിഷൻ കൊടുത്തു എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഈ ഏരിയയിലുള്ള ഓരോ ദിവസത്തിൻ്റെയും അപ്ഡേറ്റ്സും സെക്യൂരിറ്റി വിലയിരുത്തലുകളും ഡെയിലി MO ഇതിനകത്ത് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഒരു റൂമുണ്ട്, വളരെ സീക്രട്ടായിട്ടുള്ള റൂം ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളതിൽ. അതിൽ ആർമി ഓഫീസേഴ്സിന് പോലും സ്പെഷ്യൽ പാസ് എടുത്തിട്ടാണ് അതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഹയർ ലെവലിലുള്ള ഓഫീസേഴ്സാണ് ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ ഡെയിലി 24 hours ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ഇന്ന് അപ്ഡേറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബോർഡറിനെ സംബന്ധിച്ചിടത്തോളം വെറും പട്ടാളക്കാരൻ്റെ മാത്രമുള്ള ഒബ്സർവേഷൻ എന്നുള്ള ഇൻഫർമേഷൻ അല്ല. ഇത് ഓൾറെഡി നമ്മൾ ഡ്രോൺസ് എല്ലാം പ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ന് കംപ്ലീറ്റ് ബോർഡർ LOC നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ LOCയിൽ നിന്ന് ഓരോ ഡ്രോൺസിനും 50 കിലോമീറ്ററിൻ്റെ റേഞ്ച് അടക്കം ഒബ്സർവേഷൻ ചെയ്യാനും സ്പോട്ട് ചെയ്യാനും ഉള്ളുണ്ട്. അപ്പോൾ എന്ത് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാലും അവരെ കൊണ്ടത് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് റീച്ചസ് ടു ദ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ ശ്രീ മേജർ രവി, കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ ഉണ്ടായതുപോലെയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു യുദ്ധം കണ്ടത് 1999 അത് പാകിസ്ഥാൻ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു. അട്ടടയന്മാരുടെ രൂപത്തിലും മറ്റുമൊക്കെ ടൈഗർ ഹിൽസ് അടക്കം അവർ ഒക്കുപ്പൈ ചെയ്തതിന് ശേഷം അവരെ തുരത്തുകയും ഇന്ത്യയുടെ ഭാഗം തിരിച്ചു പിടിക്കുകയുമായിരുന്നു ഏറ്റവും ഒടുവിൽ ഉണ്ടായത് കാർഗിലിൽ. സമാനമല്ല ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു 2-2.5 പതിറ്റാണ്ടിനിടയിൽ ഒരു യുദ്ധം കാണാൻ പോവുകയാണ്. 99 ശേഷം ഒരു യുദ്ധം നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോവുകയാണെന്ന് സാമാന്യമായി മനസ്സിലാക്കണോ? അങ്ങനെ പ്രതീക്ഷിക്കണോ? നമ്മളൊരു യുദ്ധം കാണുക എന്നുള്ളതെല്ലാം വൈകാരികമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പറയാം, എനിക്ക് തിരിച്ചടിക്കണം. ഇതിവിടെ ഈ ഒരു അമ്പലപ്പറമ്പിൽ നടക്കുന്നൊരു പൂരം പോലെയോ അവിടെയുള്ളൊരു അടിപിടി പോലെയല്ല അത്. കാരണം ഇതിന് നമ്മൾ അങ്ങോട്ടടിച്ചാലും ഒരു യുദ്ധം വന്നാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആരും ജയിക്കാറില്ല. 2 സൈഡിലും തോൽവി മാത്രമാണ്. കാരണം ജനങ്ങളുടെ ജീവിതം പോവും, സമ്പത്തിന് നാശനഷ്ടം, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു രാജ്യം, ഇന്നിപ്പോൾ ഇന്ത്യയെ പോലുള്ളൊരു രാജ്യം, എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും ചോദിക്കുക 22-ാം തീയതി നടന്നിട്ടുള്ള ഈ അറ്റാക്കിന് ശേഷം എന്തുകൊണ്ട് റിട്ടാലിയേഷൻ ഉണ്ടായില്ല എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ഓൾ ദാറ്റ് ഈസി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു റിട്ടാലിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിട്ടാലിയേഷൻ ഇപ്പോൾ പോവുകയാണെന്ന് വിചാരിച്ചോളൂ. ഇന്നിപ്പോൾ പെൽഗാമിൽ നടന്ന് 22, 23 കയറിയിട്ട് അങ്ങ് അടിക്കാം എന്നുള്ളത് അങ്ങനെയല്ല ഇവിടുത്തെ സിറ്റുവേഷൻസ്. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കണം. സിവിലിയൻസ് ഇൻവോൾവ് ആണ്. കാർഗിൽ സിവിലിയൻസ് വളരെ കുറവായിരുന്നു, ദ്രാസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ എല്ലാ സൈഡിലും സിവിലിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബൊംബാർഡ്മെൻറ്റോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇത് സിവിലിയൻസിനെയാണ് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഗവൺമെൻറ് സമ്മതിക്കില്ല. ബിക്കോസ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ 29-28 പേര് മരിച്ചിട്ടുള്ളതിൻ്റെ അതിൻ്റെ ആഘാതം ഇന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധം വന്നിട്ട് നിഷ്കളങ്കരായിട്ടുള്ള ആ വില്ലേജുകാർ മരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് ഒരിക്കലും സംഭവിക്കുക. അത് ഏത് ഗവൺമെൻറ് ആയാലും, നോ പൊളിറ്റിക്കൽ അജണ്ട ബിഹൈൻഡ് ഇറ്റ്.
ഏത് ഗവൺമെൻറ് ആയാലും ദേ ഗോട്ട് ടു ടേക്ക് ദിസ് കൈൻഡ് ഓഫ് എൻ ആക്ഷൻ. ദാറ്റ് ഈസ് വാട്ട് നമ്മുടെ ഇന്നത്തെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ആക്ഷൻ അതാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞാൻ ന്യൂസ് ഇപ്പോൾ കാണുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിക്ക് വിട്ടുകൊടുത്തു. യു ക്യാൻ ടേക്ക് ദ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആർമി ഈസ് എ റൈറ്റ് പീപ്പിൾ ടു നോ ദർക്ക് എന്താണ് അപ്പുറത്തുള്ളത്, എന്തായിരിക്കും ഇതിൻ്റെ ആഘാതങ്ങൾ, അപ്പുറത്ത് നമ്മൾ എവിടെ അടിക്കണം, എന്തടിക്കണം. പിന്നെ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു സീൻ, ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരാണ് ഇവരുടെ എല്ലാം കൂറുള്ള മണ്ണ്. ഈ ടെററിസത്തിൻ്റെ കൂറുള്ള മണ്ണെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരാണ്. അവിടെ എന്ന് വെച്ചാൽ ISIക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇവരുടെ എല്ലാം ക്യാമ്പുകൾ ഇവിടെയാണ്. അപ്പോൾ ഈ ക്യാമ്പുകളെ തകർക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം തകർത്തിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും പിന്നെയും അവിടെ വന്നുകൊണ്ടിരിക്കും. അവിടെ പാവപ്പെട്ട ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു മിലിറ്ററി മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ദർ വിൽ ബി എൻ ഇൻട്രൂഷൻ ഇൻ ടു ദ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അത് നടക്കുന്ന എവിടെയാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്, പൂഞ്ച് രജോറി സെക്ടർ കൂടെ കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ലാഹോറിലേക്ക് എത്തും, ഇസ്ലാമാബാദിൽ. അപ്പോൾ ആ സൈഡിൽ വളരെയധികം കോൺഷ്യസ് ആയിട്ടായിരിക്കും അവിടെ പാകിസ്ഥാൻകാർ നിൽക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് ഗിൽഗിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കാർഗിൽ, അതിൻ്റെ അപ്പുറത്തുള്ള ഗിൽഗിറ്റ്, ഈ സ്ഥലങ്ങളിലെല്ലാം താഴത്തോട്ടിങ്ങ് വന്ന് ഷോപ്പിയാൻ ഏരിയ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കിടന്നാൽ സിവിൽ ജനവാസത്തിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും വരില്ല. അപ്പം കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും? പൂഞ്ച് രജോറി സെക്ടറിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദേ ഗോട്ട് ടു പ്രൊട്ടക്ട് ദ സിവിലിയൻസ്. ഇപ്പുറത്ത് ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു ആക്സസിലുള്ള ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കയറുന്നു എന്ന് കാണുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും പാകിസ്ഥാൻ വിൽ തിങ്ക് ട്വൈസ്. അപ്പം അവരുടെ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് മാറ്റിയാൽ അവരുടെ കോൺസെൻട്രേഷൻ ഇവിടെ ഡൈലൂട്ട് ആവും. അതെവിടെ? പൂഞ്ച് രജോറി, അഖ്നൂർ, സുന്ദർബനി, അതുപോലെ തന്നെ ഈ സെക്ടറിൽ നഗ്രോട്ട, ആ സെക്ടറെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീക്കാവും. അവിടെ വീക്കായാലും ഏത് സൈഡിൽ വീക്കാവുന്നോ ആ സൈഡിന് നമ്മൾ ആദ്യമേ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഏത് സൈഡാണ് നമ്മുടെ സൈഡിൽ വീക്കുള്ളത് ആ സൈഡിനെ സ്ട്രെങ്തൻ കൊടുത്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു മൂവ്മെൻറ്റ്. അതാണ് ആർമിയോട് പറഞ്ഞത്. ഇനി നിങ്ങൾ തീരുമാനിച്ചോ, കാരണം നിങ്ങൾക്കറിയാം എവിടെയാണ് വീക്ക് പോയിൻ്റ് അവരുടെ, നമ്മുടെ സ്ട്രോങ് പോയിൻ്റ് എവിടെയാണ്. ഇതിനെ നമ്മൾ ഇനിയിപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് ബ്രീഫ് കൊടുക്കുന്നതിനേക്കാൾ എല്ലാം പ്രൈം മിനിസ്റ്റർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഉത്തരവ് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കാണ് അറിയുന്നത്. ബിക്കോസ് യു ആർ ദ ഗ്രൗണ്ട് സോൾജേഴ്സ്. ടേക്ക് ആക്ഷൻ ബിക്കോസ് ദേ നോ ദ ഇൻഫർമേഷൻ. പക്ഷേ ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അതിനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യേണ്ട ആർമിയാണ്. ആർമി, എയർഫോഴ്സ് ബേസിക്കലി ആൻഡ് പാരാമിലിറ്ററി ഫോഴ്സസ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും വി ആർ ഫുള്ളി പ്രിപ്പയർഡ് ടു ഡു ഇറ്റ്. ബട്ട് ദെൻ ലെറ്റ് us നോട്ട് പ്രേ ഫോർ എ ഫുൾ ഫ്ലെഡ്ജ് വാർ. ഫുൾ ഫ്ലെഡ്ജ് വാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഈ പടക്കത്തിന് തീ പിടിച്ച പോലെ ആയിരിക്കും. അവിടെ നിന്ന് കത്തിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അത് വരുന്ന എവിടേക്കാണെന്നറിയോ? ജമ്മു വിട്ട് പഞ്ചാബ് ബോർഡർ പോയി, പഞ്ചാബിൽ നിന്ന് രാജസ്ഥാൻ ബോർഡറിൽ വന്ന് അത് ഗുജറാത്ത് സെക്ടർ വരയ്ക്ക് വരും. എവിടെയെല്ലാം പാകിസ്ഥാൻ്റെ ബോർഡേഴ്സ് ഉണ്ടോ ഇവിടെയെല്ലാം. അതാണ് നമ്മുടെ ഇന്ത്യയുടെ എന്നല്ല, അവർ പിന്നെ ഡാമേജ് ആവും. എക്കണോമിക്കലി വിൽ ബി ഫേസിങ് എ ബിഗ് ഡാമേജ്. അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്യാതെ നീ ചെയ്തതിന് നിനക്കുള്ളത് ഞങ്ങൾ തരുന്നു എന്നുള്ളൊരു ഉത്തരം മാത്രം കൊടുത്തുകൊണ്ട് അത് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ ടു ഗിവ് ടു ദ പാകിസ്ഥാൻ. ഇതാണ് എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത്.